പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന അസീം മുനീർ, അതായത് ഫീൽഡ് മാർഷൽ പദവി സാധാരണ വിജയികൾക്കാണ് കൊടുക്കാറുള്ളത്. ഇന്ത്യ 1971 യുദ്ധം വിജയിപ്പിച്ച നമ്മളുടെ ഫീൽഡ് മാർഷൽ സാം മനേക്ഷ എന്ന് പറയുന്ന സാം ബഹദൂറിനാണ് ആ പദവി കൊടുത്തത്. പക്ഷേ പാകിസ്ഥാൻ കൊടുത്തത് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവിയായിട്ടാണ് ഫീൽഡ് മാർഷൽ പദവിയെ മാറ്റി ഈ പറയുന്ന അസീം മുനീറിന് കൊടുത്തത്. അയാളിപ്പോൾ ഫീൽഡ് മാർഷൽ മാത്രമല്ല, നാണം കെട്ട മാർഷൽ കൂടെ ആയിട്ടുണ്ട്. അമേരിക്കയുടെ അടുത്ത് പോയി നാണം കെട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതല്ലേ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ അസീം മുനീർ എന്ന് പറയുന്ന ഫീൽഡ് മാർഷലിൻ്റേത്? ഈ വിളിക്കാത്ത കല്യാണത്തിന് പോലുള്ള അവസ്ഥ, ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അസീം മുനീർ. അമേരിക്കയുടെ 250ാമത് സൈനിക വാർഷികം 1775 ജൂൺ 14 രൂപീകൃതമായ അമേരിക്കൻ സേനയുടെ 250ാമത് വാർഷികമാണ് ഈ 14-ാം തീയതി അവർ ആഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. അന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ 79ാമത് പിറന്നാളും കൂടിയാണ്. ഈ രണ്ട് ചടങ്ങിലേക്കും വിശിഷ്ടാതിഥിയായി പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ ക്ഷണിച്ചതായിട്ടാണ് വാർത്തകൾ വന്നത്. അപ്പോൾ ഇയാൾ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. കാര്യം പാകിസ്ഥാനിലുള്ള ഈ കിഫ്ബി മാതൃകയിൽ ഒരു സോഴ്സ് ഫണ്ടിങ് ഉണ്ട്, വിദേശ നിക്ഷേപം സമാഹരിക്കാൻ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് പരമാവധി ഡോളർ കണക്കിന് പണം, കോടിക്കണക്കിന് രൂപ അത്തരത്തിൽ സമാഹരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യ അടിച്ചൊടിച്ച് കളഞ്ഞ വ്യോമ പ്രതിരോധ സംവിധാനം പുനഃസ്ഥാപിക്കണം. പാട്രിയറ്റ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന് വേണം. അതോടൊപ്പം തന്നെ പുതിയ യുദ്ധവിമാനങ്ങളൊക്കെ വേണം, 5ാം തലമുറ അടക്കമുള്ള യുദ്ധവിമാനങ്ങളൊക്കെ തങ്ങൾക്ക് വേണം എന്ന ആവശ്യമൊക്കെ ഉന്നയിക്കാൻ വേണ്ടിയാണ് അസീം മുനീർ പുതിയ കുപ്പായമൊക്കെ തയ്പ്പിച്ച് പെട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നത്. അമേരിക്കയുടെ തന്നെ ഒരു സൈനിക മേധാവിയുണ്ട്, അയാളുമായിട്ടുള്ള സൗഹൃദം അസീം മുനീറിന് ഈ കാര്യത്തിൽ നിർണായകമായി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 3 തവണ ഈ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സൈനിക മേധാവികളുടെയും സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തനിക്ക് ക്ഷണം കിട്ടിയത് എന്നുള്ള വിശ്വാസത്തിലായിരുന്നു അസീം മുനീർ. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ അമേരിക്കയെ സംബന്ധിച്ച് ഈ വലിയ രീതിയിലുള്ള സൈനിക പരേഡൊന്നും അങ്ങനെ നടക്കാറില്ല. ഇപ്പോൾ ഇന്ത്യക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ വലിയ രീതിയിലുള്ള സൈനിക പരേഡും ഇന്ത്യയുടെ ആയുധങ്ങളുടെ പ്രദർശനമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ സൈനിക പരേഡുകൾ അങ്ങനെ കൂടെ നടത്തുന്ന ഒരു പരിചയം അവർക്കില്ല. 1991 അവസാനമായി ഇത്തരത്തിലൊരു സൈനിക പരേഡ് അമേരിക്ക നടത്തിയത്. അന്ന് ഇറാഖ് യുദ്ധം, ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോമിന് ശേഷം അതിൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇത്തരത്തിലുള്ളൊരു സൈനിക പരേഡ് നടത്തിയത്. അതിൻ്റെ കാരണവുമുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും പുതിയ അത്യന്താധുനിക ആയുധങ്ങൾ നിർമ്മിക്കുകയും അത് കൈവശം വെക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക രഹസ്യങ്ങൾ പുറം ലോകം അറിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പേരിലാണ് അവർ ഇത്തരത്തിലുള്ള സൈനിക ആയുധങ്ങളുടെ പ്രദർശനവും പരേഡും താരതമ്യേന ഒഴിവാക്കാറ്. എന്നാൽ ഈ 250ാമത് വാർഷികത്തോടനുബന്ധിച്ച് അവരുടെ സകല സന്നാഹങ്ങളുടെയും പ്രദർശനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു വേദിയിലേക്കാണ് അസീം മുനീറിനെ ക്ഷണിച്ചതെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ ആ ഒരു ക്ഷണം, അങ്ങനെ ഒരു സംഗതിയേ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് പറയുന്നത്. തങ്ങളുടെ ആഭ്യന്തരമായി നടക്കുന്ന, തങ്ങളുടെ രാജ്യത്തകത്ത് നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഒരു വിദേശ പ്രതിനിധിയെ പോലും ക്ഷണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അസീം മുനീറിനെ ക്ഷണിക്കുക എന്നുള്ളതാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ ചോദിക്കുന്നത്. രസം എന്തെന്നാൽ ഈ ഒരു സംഗതി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ പ്രതിപക്ഷം ജയറാം രമേശ് അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനവുമായി മുന്നോട്ട് വന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ നയതന്ത്ര പ്രതിനിധികളെ അമേരിക്കയിലടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയും ഇന്ത്യയുടെ ഈ കാര്യത്തിലുള്ള നയം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഏത് രീതിയിലാണ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഇന്ത്യ വിവിധ വേദികളിൽ നയം വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം എങ്ങനെയാണ് അമേരിക്ക പാകിസ്ഥാൻ സൈനിക മേധാവിയെ തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തുക എന്നാണ് ജയറാം രമേശ് അടക്കമുള്ളവർ ചോദിച്ചത്. ഇന്ത്യയുടെ നയതന്ത്ര നയത്തിൽ ഗുരുതരമായ പിഴവുണ്ടായി എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അടവിൽ ഇന്ത്യയുടെ ഒരു അടവിൽ വലിയൊരു പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ജയറാം രമേശ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപണമായി ഉന്നയിച്ചത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് ഇനി എന്താണ് പറയാനുള്ളതെന്നാണ് ആകാംക്ഷയോടെ കാണുന്നത്. കാരണം അസീം മുനീർ ഇപ്പോൾ ചമ്മി അടപ്പ് തെറിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനേക്കാൾ കൂടി വലിയ നാണക്കേടിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷമുള്ളത്. കാരണം വലിയ രീതിയിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ നിലപാടെടുക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തൊരു കൂട്ടരാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അസീം മുനീറിൻ്റെ പേരിൽ വീണ്ടും ആരോപണവുമായി വന്നത്. ഇനി ഈ ഘട്ടത്തിൽ എന്താണ് ഇനി പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കുന്നു. അതേസമയം തന്നെ അസീം മുനീർ അവിടെ പാകിസ്ഥാനിലും വലിയ രീതിയിൽ അസീം മുനീറിന് വലിയ മൈലേജ് ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു ഫേക്ക് വാർത്ത,
കാര്യം ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് ശേഷം അമേരിക്ക പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ ക്ഷണിച്ചു വരുത്തുകയെന്നാൽ അവർക്ക് എന്തോ വലിയ സംഗതി കിട്ടിയ പോലെയായിരുന്നു അവിടെ പാകിസ്ഥാൻ മാധ്യമങ്ങളും വലിയ രീതിയിൽ അസീം മുനീറിന് വലിയ രീതിയിലുള്ളൊരു മൈലേജ് കൊടുത്തത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഇതൊരു വ്യാജ വാർത്തയായിരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചും വലിയൊരു അബദ്ധം പിണഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി എന്താണ് ഈ കാര്യത്തിൽ അവർ ഇനി സ്വീകരിക്കാൻ പോകുന്ന വിശദീകരണം എന്നുള്ളത് പോലും നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇന്ത്യ ഇത്തരത്തിലുള്ള പരിപാടിക്കൊന്നും പോകാറില്ല. പക്ഷേ ഈ നാണം കെട്ട രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും ഇന്ത്യയിലെ നാണം കെട്ട പ്രതിപക്ഷത്തിനും ഇതൊന്നും ഒരു ചമ്മി നാറാനുള്ള ഒരു അവസരം ഒരു നഷ്ടപ്പെടുത്താറില്ല എന്നുള്ളതാണ്. കാരണം ഈ പന്നിക്ക് നാറ്റം ഒരു പ്രശ്നമല്ല. കാരണം അത് ഈ മലം നിറഞ്ഞ കുഴിയിൽ കിടന്ന് ആസ്വദിക്കുകയാണ്. ഈ മനുഷ്യൻ സാധാരണ വൃത്തിയുള്ള മനുഷ്യൻ വൃത്തിയുള്ള സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തി തുടിക്കുന്നത് പോലെ ഒരു ആമ്പൽ പൊയ്കയിൽ നീന്തുന്നത് പോലെയാണ് പന്നിക്ക് ഈ പറഞ്ഞ മലം നിറഞ്ഞ കുഴി. അതുപോലെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഈ പറയുന്ന അസീം മുനീറും പാകിസ്ഥാനിലെ അസീം മുനീറും എന്നുള്ളതാണ്. ഇവർക്ക് ഇന്ത്യയുടെ വിജയത്തെക്കാളേറെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ വിജയമാണ്. ഇന്ത്യ അപഹാസ്യരായി, ഇല്ലെങ്കിൽ ഇന്ത്യ നാണം കെട്ടു, ഇന്ത്യക്കൊന്നും കിട്ടിയില്ല, ഇന്ത്യ പരാജയപ്പെട്ടു എന്നൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ. അവരെന്താ ചെയ്യുന്നത്? ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ഒരു സമ്മേളനത്തിൽ ഒരു പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികൾ നിറഞ്ഞിരിക്കുന്ന സദസ്സിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ വിജയിച്ചോ? അപ്പോൾ പിള്ളേർ യേസ് എന്ന് വിളിച്ചു പറയും. കുട്ടികളുടെ വലിയ ആരവ് വരും. അപ്പോൾ പറയും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് പറയും രാഹുൽ ഗാന്ധി. അവിടെ നിന്നാറി സ്വച്ഛ് ഭാരത് വിജയിച്ചോ? അവർ പറയും അതെ വിജയിച്ചു. ഉത്തരേന്ത്യയിൽ എല്ലാവരും വീടുകളിലും കക്കൂസുകൾ വന്നു, പൊതു ശൗചാലയങ്ങൾ വന്നു, റെയിൽവേ ബയോ ടോയ്ലറ്റുകൾ സജ്ജീകരിച്ചു. അപ്പോൾ ഇന്ത്യ മാലിന്യമുക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ള ഒരു മാലിന്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള ചിലരും മാത്രമാണ്. ബാക്കി എല്ലായിടത്തു നിന്നും മാലിന്യം തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ ശുചിയായിരിക്കുന്നു, ഗംഗ ശുചിയാവുന്നു, യമുന ശുചിയാവുന്നു, വാരാണസി എന്ന് പറയുന്ന നഗരം ശുചിയാവുന്നു, ഡൽഹി ശുചിയാവുന്നു, ഈ പറയുന്ന കാശി മനോഹരമാകുന്നു, സുന്ദര കാശി എന്നുള്ള പേരിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാ അടുത്ത വൃന്ദാവൻ കോറിഡോർ വരുന്നു, വൃന്ദാവനം മനോഹരമാകാൻ പോകുന്നു, കൃഷ്ണൻ്റെ ലീലകളാടിയ നഗരങ്ങളെല്ലാം തന്നെ തിരിച്ചു വരുന്നു, മധുര ഭംഗിയാകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യ സുന്ദരമാകുമ്പോൾ ഈ പറയുന്ന അതെ കാശ്മീരിലേക്ക് വന്ദേ ഭാരത് വരുന്നു. ചെനാബിന് കുറുകെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ടവർ ഉയരുന്നു, 300 മീറ്റർ ഉയരത്തിലുള്ള ടവർ വരുന്നു. അങ്ങനെ എല്ലാം സുന്ദരമായി കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നാണം കെട്ട് നാറുന്നത് ആരാണ്? ഇവിടുത്തെ കോൺഗ്രസ് ആണ്, ഇവിടുത്തെ പ്രതിപക്ഷമാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? അസീം മുനീറിനെ അമേരിക്ക ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചിതാ നിങ്ങൾ പോയതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രസംഗിക്കുന്നത്. ജയറാം രമേശിനൊക്കെ നാണമുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയില്ല. കാരണം ഉളുപ്പില്ലാത്ത വർഗ്ഗമാണ്. അവർക്ക് എന്ത് ഉളുപ്പാണുള്ളത്? ആസനത്തിൽ ആല് കിളിച്ചാൽ അത് തണലാണെന്ന് കരുതുന്നവരാണ്. ഗണ്ഡി പാരമ്പര്യം എടുത്ത് ഗാന്ധി പാരമ്പര്യമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതായത് ഗാന്ധിജിയെ എവിടെ സൗത്ത് ആഫ്രിക്കയിലെ ട്രെയിനിൽ ഇറക്കി വിട്ടപ്പോൾ എൻ്റെ മുത്തച്ഛൻ പോയിട്ട് പ്രതിഷേധിച്ചു, അഹമ്മദാബാദിൽ പോയിട്ട് അവിടുത്തെ ട്രെയിനിൽ നിന്ന് കുറേ വെള്ളക്കാരെ പുറത്താക്കിയെന്ന് വീമ്പ് പറഞ്ഞ ആളാണ്. എവിടെ ഗാന്ധിജിയെ ആഫ്രിക്കയിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇറക്കി വിടുന്ന സമയത്ത് നെഹ്റുവിന് 3.5 വയസ്സാണ്. ആ സമയത്ത് പോയി ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇങ്ങനെ വീമ്പ് പറയാനും തള്ളു പറയാനും ഇല്ലാക്കഥ ഉണ്ടാക്കാനും പ്രൊപ്പഗൻഡ ഉണ്ടാക്കാനുമുള്ള ഒരു കുടുംബമാണ് ഈ ഗണ്ഡി കുടുംബം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രത്യേകത. അതല്ലാത്ത കുറച്ച് കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്, അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ. അവർ ഈ പറയുന്ന അടിപ്പാവാട കഴിവാനും മീൻകറി വെച്ചുകൊണ്ട് പോകാനും ഒന്നും മെനക്കെടില്ല. അങ്ങനെ മെനക്കെടാത്തത് കൊണ്ട് അവരെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല. അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അവർ വിദേശത്ത് പോയി ഇന്ത്യയുടെ പക്ഷവും ന്യായവും സത്യവും വിളിച്ചു പറയും. അങ്ങനെ ഇന്ത്യക്ക് അഭിമാനമായിട്ട് മാറും. ഇന്ത്യക്കാരെല്ലാ കാലത്തും അഭിമാനികളാണ്. അതല്ലാത്ത ചില ഇന്ത്യക്കാരുണ്ട്, അവരൊക്കെയാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇന്ത്യ നശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. സലീം കുമാർ മറ്റേ തിളക്കം സിനിമയിൽ പറയുന്ന പോലെയാണ്. എന്താണ് സലീംകുമാർ പറയുന്നത്? അവൻ നല്ല ഭ്രാന്ത് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാനല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ വികസന കുതിപ്പിലേക്ക് പോകും. ഇന്ത്യയുടെ ഭരണം ഈ ലോകത്തിന് മാതൃകയായിട്ട് മാറും. ഇന്ത്യയിലെ ജനങ്ങൾ ക്ഷേമരാഷ്ട്രത്തിൽ സുഖമായും സുന്ദരമായും സമാധാനത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കും. അതല്ലാതെ നാശം മാത്രം സ്വപ്നം കാണുന്ന പാകിസ്ഥാൻ അടക്കമുള്ളവരും ഇന്ത്യയിലെ പ്രതിപക്ഷവും നശിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഒരു തെളിവായി കാണിക്കാൻ കഴിയും.